എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 2 ശ്ലോകം 22, 23, 24, 25 4 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഭയം കൊണ്ട് കംസൻ ദേവകി ദേവിയെ വധിക്കണം എന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ ധൈര്യമില്ലാതെ ഇരിക്കണു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗം ഗണപതയേ നമഃ. സരസ്വത്യൈ നമഃ. ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. സയേഷ ജീവൻ ഖലു സംഭരേതോ വർത്തേതയോ അത്യന്തനൃശംസിതേന ദേഹേ മൃതേ തം മനുജാ ശപന്തി ഗന്ധാ തമോന്ധം തനുമാനിനോ ധ്രുവം. ക്രൂരകർമ്മങ്ങള് ഒക്കെ ചെയ്തിട്ട് ശരീരത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവൻ എത്ര അതിപ്രസിദ്ധനായിരുന്നാലും ലോകം അവനെ വെറുക്കും, അല്ലെ? അവരുടെ കൂട്ടത്തിലൊന്നും ചേർക്കാൻ യോഗ്യനല്ല എന്ന് നിശ്ചയിച്ച് ബഹിഷ്കരിക്കും എല്ലാവരും കൂടി. എന്നാൽ ഇത്ര ക്രൂരകർമ്മം ചെയ്യത്തില്ലേ അവൻ എന്ന് വിചാരിക്കും. അപ്പോ അങ്ങനെ ചെയ്താൽ, ഇപ്പോ ദേവകി ദേവിയെ വധിച്ചാൽ അവൻ ജീവിച്ചിരിക്കുന്നവനായാലും മരിച്ചതിന് തുല്യം തന്നെ എന്നൊക്കെ വിചാരിക്കണം കംസൻ. ദേഹത്തിലെ ആത്മഭാവന നിമിത്താണ് ഇങ്ങനെയുള്ള ക്രൂരകർമ്മമൊക്കെ നടത്തുന്നത്. പക്ഷേ അവന് കിട്ടണ ഫലം അതിനിന്ദ്യാണ്. ഇരിക്കുമ്പോ തന്നെ ജനങ്ങള് ഈ മഹാഭാവി എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ, ഇവൻ ഒരു വിനാഴികയ്ക്ക് മുൻപ് നാശിച്ചാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് ശപിക്കും. പിന്നെയോ മരിച്ചു കഴിഞ്ഞാലോ അതിപാപകർമ്മ ഫലാനുഭവത്തിന് ഉചിതമായ ഘോര നരകത്തെ പ്രാപിക്കും എന്നൊക്കെ വിചാരിച്ച് കംസൻ ദേവകിയെ കൊല്ലാൻ ധൈര്യപ്പെടാതിരിക്കുക. ഇതി ഘോരതമാൽ ഭാവാൽ സന്നിവൃത്ത സ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷൻ തജ്ജന്മ ഹരേർ വൈരാനുബന്ധകൃ. ഇങ്ങനെ ആലോചിച്ച് ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഗർഭിണീവധരൂപമായ കർമ്മത്തിൽ നിന്ന് എന്തായാലും ഇവളെ കൊല്ലണില്ല, അതങ്ങള് ആ കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങി. കൊല്ലണില്ല ഇവളെ നമ്മൾ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ മതി എന്നുള്ള ഒരു അഹംഭാവത്തോടു കൂടിയ കംസൻ ഹരിയെ അവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. ഹരിയിൽ വൈരത്തെ ഭാവിച്ചുകൊണ്ട് ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് എപ്പോഴാണ് ആ കുട്ടി പുറത്തേക്ക് വരിക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും ഈ ഹരി ശ്രീഹരി ശ്രീഹരി എന്നുള്ള ചിന്ത മാത്രം. സഹിക്കൂല ഇവള്. അപ്പൊ ഓട്ടന്നെ തന്നെ ആ കുട്ടിയെ കൊല്ലണം, ഇപ്പൊ വധിക്കണ്ട എന്ന് തീരുമാനിച്ച് വൈരം നിമിത്തമാണെങ്കിലും ഹരിസ്മൃതി, എപ്പോഴും ശ്രീഹരി 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 എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. നിരന്തരം ഹരിസ്മൃതി ഉണ്ടായി തുടങ്ങി എന്നതാ പ്രത്യേകം പറയണു. ആസീന സംവിശൻ തിഷ്ഠൻ കുഞ്ചാന പര്യടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗത്. അങ്ങനെ പേടികൊണ്ടാണ് വിചാരിച്ചത് കൊല്ലണ്ടാന്ന്. എങ്കിലും യോഗികൾക്ക് കൂടി ദുർലഭമായിരിക്കുന്ന അവസ്ഥ കംസന് വന്നു. എന്താ, ഹരിയില് വൈരത്തെ വെച്ചു കൊണ്ടാണല്ലോ ജീവിതം. ഒരു ദിക്കിൽ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും 4 ഭാഗത്തും സഞ്ചരിക്കുമ്പോഴും ശ്രീഹരിയെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. എവിടെ നോക്കിയാലും ശ്രീഹരി. ഭക്ഷണം കഴിക്കാൻ ഇതെടുക്കുമ്പോ അതിലും കണ്ണു ശ്രീഹരി. നടക്കുമ്പോ നിൽക്കുമ്പോ കുളിക്കുമ്പോ എന്ന് പറയണ്ട, എപ്പോഴും ആ ഹരിയുടെ രൂപം തന്നെ കംസന്റെ മുമ്പിൽ. സർവ്വജനങ്ങളുടെയും ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാന്റെ പേരില് വൈരാനുബന്ധ രൂപമായിട്ടാണെങ്കിലും ഇങ്ങനെ ചിന്ത ഉറച്ചപ്പോ കാണുന്ന സകലവും ഹരിരൂപം തന്നെ. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല, ഈ വിധത്തില് ഒന്നും ഉള്ള അനുഭവം കംസനുണ്ടായിട്ടില്ല. ഇപ്പോ ആ ചിന്ത കൊണ്ട് ഉറച്ചപ്പോ കാണുന്ന സകലവും ഹരിരൂപമാണെന്ന് കംസന് അങ്ങനെ തോന്നി തുടങ്ങി. എപ്പോഴും ഉറങ്ങാനും പറ്റുമോ? ഇല്ല. കണ്ണടച്ചാൽ ഹരി കൊല്ലവാളുമായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും. എന്നെ ഹിംസിക്കാൻ ഹരി എപ്പോഴാ വരുവോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരിട്ട് കാണുന്നതൊക്കെ ഇത് ഹരിയാണോ 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 എന്നിങ്ങനെ തോന്നി തുടങ്ങി. യോഗികള് ഭക്തി കൊണ്ടും ഭാവനാശക്തി കൊണ്ടും ഹൃദയകമലത്തിൽ ധ്യാനിച്ചുറപ്പിച്ച് രാഗാദിമലങ്ങൾ അന്ധകരണത്തിൽ നിന്ന് കളഞ്ഞ് സർവം വിഷ്ണുമയം ജഗത്ത്, ലോകമൊക്കെ വിഷ്ണു ചൈതന്യം എന്ന് തന്നെ
ഉറപ്പിക്കുന്നു. അതേ അവസ്ഥ ഭയഭാവന കൊണ്ട് കംസൻ അങ്ങോട്ട് സിദ്ധിച്ചു. അങ്ങനെ ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭിഃ ദേവൈ സാനുചരൈ സാകം ഈർഭിർ വൃഷണമൈഡയൻ. ദേവകിയും വസുദേവനെയും ബന്ധിച്ചിരിക്കുന്ന ആ മുറിയില് ബ്രഹ്മാവും പരമശിവനും നാരദാദികളായ മുനികളോടും ഗന്ധർവാദികളാകുന്ന അനുചരന്മാരോടും കൂടിയ ദേവന്മാരോട് കൂടി വന്ന് എല്ലാവരും അവിടെ വന്നു. ജയിൽ മുറിയിൽ അവർക്ക് മനസ്സിലായി ഭഗവാൻ ദേവകി ദേവിയുടെ ഹൃദയത്തിൽ ഇത് ആവിർഭവിച്ചിരിക്കുന്നു. തന്റെ അഭിഷ്ടത്തെ വർഷിക്കുന്ന ആ ശ്രീഹരിയെ വേദവാക്കുകൾ കൊണ്ട് ഇങ്ങനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ് അവരിതാ എല്ലാവരും കൂടി. ബ്രഹ്മാവും ശിവനും മഹർഷിമാരും ദേവന്മാരും എല്ലാവരും പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു. അതാണ് ഐഡയൻ എന്ന് പറഞ്ഞത്. എല്ലാവരും വേറെ 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 ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ ഭഗവാനോടുള്ള ആ സ്തുതി, ഓരോരുത്തരുടെ സ്തുതി, മനോഹരമായ ആ സ്തുതി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.